ഹലോ ഗൈസ്, എല്ലാവർക്കും 100 മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ട്രാവലിങ്ങിലായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ട, അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ട്രാവലിങ് കാനഡ ടു ഇന്ത്യ ഫുള്ളായിട്ട്. അപ്പം അത് കാണണമെങ്കിൽ ഈ ചാനൽ ഇതിലോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രാവൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുഴുവനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അപ്പോൾ അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നൊരു ചെറിയൊരു 1 മിനിറ്റ് നേരമുള്ള ഒരു വീഡിയോ ഇപ്പം അവൈലബിളാണ്. അപ്പോൾ അതൊന്ന് കണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതടിപൊളി കേട്ടോ. ജാതിക്കേന്നിങ്ങനെ ജാതിപത്രി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴുന്നത് നല്ല സ്റ്റിഫിൻ്റെ എഴുതിയിരിക്കുന്നത് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ദിലീപ് വേണ്ട ഒരു പോസ്. ഇത് കണ്ടിട്ട് ഏതൊരു സിനിമേൻ്റെ പോലെ ഉണ്ടല്ലോ. ബോഡി ഗാർഡിനകത്ത് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഡാൻസ് തിരിഞ്ഞു വരുന്നത്, പാട്ട് പറഞ്ഞു ആ ഒരു മൂഡ്. ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, ഇതിൽ കുറേ പേരുണ്ട് കേട്ടോ. ധ്യാനൊക്കെ ഉണ്ട്. ധ്യാന്, ജോണി ആൻ്റണി, സിദ്ദിഖ്, മഞ്ജു പിള്ള, അങ്ങനെ ഉർവശി. ഒരു ഫാമിലി, മൊത്തം ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം. ഓ, അതാണ് പ്രിൻസിൻ്റെ ഫാമിലി. ഞാനൊരു കോമഡി പീസായിരിക്കും, എൻ്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും. പക്ഷേ എനിക്കെൻ്റെ ലൈഫ് കോമഡി അല്ല സാറേ. അത് നല്ല ഇതിന് കേട്ടോ. ഇപ്പോൾ ഇതൊരു പക്ക ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഫാമിലിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാൾ, അവൻ്റെ പ്രാരാബ്ദവും കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും. ആ ലാസ്റ്റ് ഡയലോഗെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ ജോണി ആൻ്റണിയുടെ അടുത്താണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജോണി ആൻ്റണിയും പുള്ളിക്കാരനും ദിലീപേട്ടനും ഭയങ്കര കണക്ഷനുള്ളൊരു കഥാപാത്രങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ബിന്ദു സ്റ്റീഫനാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്, ഷൈസ് മുഹമ്മദാണ് ഇതിൻ്റെ സ്റ്റോറി. അങ്ങനെ നല്ലൊരു ടീമാണ്. ലിപ്സ്റ്റി സ്റ്റീഫൻ്റെ പ്രൊഡ്യൂസിങ്. അങ്ങനെ ഒരു നല്ലൊരു സെറ്റ് ഓഫ് ടീമാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പം വേറൊരു ജോണറിലായിരിക്കും ഇതിൻ്റെ കഥ മുഴുവൻ പോകുന്നത്. ഫാമിലി ഓറിയൻറ്റഡ് ആണ്, പക്ഷേങ്കിലും അതിനകത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കണം മിക്കവാറും അത് പറയുന്നത്. ഏപ്രിൽ 2025, അതായത് ഈ വർഷം ഏപ്രിലാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു തീം. അപ്പോൾ ഇനി ട്രെയിലർ ഉണ്ടാവണം, ടീസർ ഉണ്ടാവണം, അതൊക്കെ പുറകെ വരുമായിരിക്കും. അപ്പോൾ ഏപ്രിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഏപ്രിൽ മാസത്തിൽ ഇറങ്ങും. അപ്പോൾ ഏപ്രിൽ മാസം കുറേ സിനിമകളുണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഇതേപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കഥ പറയുന്നതായിരിക്കണം. അതിനകത്തെ പ്രശ്നങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും ഇതെല്ലാം ആയിരിക്കും മിക്കവാറും ആ തീം ഉണ്ടാവുക. ദിലീപേട്ടനായിരിക്കും ആ കുടുംബത്തിൻ്റെ നട്ടെല്ലായിട്ട് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതിനകത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും കോമഡി ഇതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. എന്നാലും കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ടച്ചുള്ളൊരു സിനിമയായിരിക്കാനാണ് സാധ്യത. കാരണം ആ ലാസ്റ്റത്തെ കുറച്ച് ഡയലോഗുകളിൽ മനസ്സിലാവുന്ന ഒരു ഇമോഷണൽ ആയിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയായിരിക്കും.
പക്ക ഒരു കോമഡി സിനിമയായിട്ട് കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.